മഗ്ദലന മറിയത്തെക്കുറിച്ച് ഇന്ന് വചനത്തിൽ പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. 7 പിശാചുക്കൾ പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ, അങ്ങനെ സമൂഹം കരുതിയിരുന്ന, മുദ്ര കുത്തിയിരുന്ന ഒരു പെൺകുട്ടി, അവൾക്കാണ് ക്രിസ്തു ഉദ്ധാനം ചെയ്തപ്പോൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. എന്ത് കൗതുകമുള്ള ഒരു കാഴ്ചയാണത്. കാര്യം, ഒത്തിരി വിശുദ്ധരായ മനുഷ്യർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒത്തിരി നല്ല മനുഷ്യർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പ്രത്യക്ഷപ്പെട്ടത് ഈ പെൺകുട്ടിക്കാണ്. ഒരു മോശം ബാക്ക്ഗ്രൗണ്ടുള്ള, എല്ലാവരും ഒരു മോശം ബാക്ക്ഗ്രൗണ്ടോടുകൂടി സംസാരിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലം അത്ര നല്ലതല്ലാത്ത ഒരു ഭൂതകാലമാണ്. പക്ഷേ ക്രിസ്തുവിനെ കണ്ട ശേഷം അവളുടെ ഹിസ്റ്ററി കർത്താവ് മായ്ച്ചു കളഞ്ഞു, പക്ഷെ മനുഷ്യരും മായ്ച്ചില്ല. അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു മായ്ച്ചതുകൊണ്ട് അവൾക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തു. അതാണ് ഉദ്ധാരണത്തിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവളിലേക്ക്. കാര്യം, ഉദ്ധാരണം ചെയ്ത ക്രിസ്തുവിനെ ആദ്യം കണ്ടു എന്നുള്ളൊരു ക്രെഡിറ്റ് ഇപ്പോൾ അവൾക്കാണ്. ഭൂതകാലം അത്ര മോശമാണെങ്കിലും ഭാവി കാലത്തിൽ അവളാണ് ആദ്യം സുവിശേഷം പ്രഘോഷിക്കുന്നവളായിട്ട് മാറിയത്. കാര്യം, അവളാണല്ലോ ആദ്യം ചെന്ന് എല്ലാവരോടും പോയി പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, അവൻ ജീവിക്കുന്നുവെന്ന്. അങ്ങനെ പറയാൻ തക്ക വിധത്തിൽ അവൾക്കൊരു നല്ലൊരു ഭാവി കാലം ഉണ്ടാക്കി കൊടുത്തത് ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിലും ഇതൊരു സാധ്യതയാണ്. അതായത്, ചില സമയങ്ങളിൽ നമുക്കൊരു ഏറ്റവും മോശപ്പെട്ട ഭൂതകാലം ഉണ്ടായിരിക്കാം. മനുഷ്യരൊക്കെ നമ്മളെപ്പോഴും കുത്തിപ്പറയുന്ന, നമ്മളെ മോശമായി ചിന്തിക്കുന്ന ഒരു ഭൂതകാലം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹപ്പെടുന്നവർ, ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുന്നവർക്ക് അവനൊരു ഭാവി കാലം സൃഷ്ടിക്കും. ആ ഭാവി കാലം മറ്റാർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമായിരിക്കും. മഗ്ദലന മറിയം ക്രിസ്തുവിനെ കണ്ടു എന്നുള്ള സാക്ഷ്യത്തിൻ്റെ പുതിയ കഥ പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.